ഹായ്, ഞാൻ സലു. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് റോസിൻ്റെ പല വെറൈറ്റീസിലുള്ള പ്ലാന്റ്സിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ അതിൻ്റെ പ്രൊപ്പഗേഷൻ രീതി, അതിൻ്റെ ഫെർട്ടിലൈസർ കൊടുക്കുന്നത് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ കുറേ ടിപ്സും ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പം ഈ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇന്ന് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് അഞ്ജു മാഡമാണ്. അഞ്ജു മാഡത്തിന് ഈ പ്ലാന്റ്സ് എല്ലാം തന്നെ സെയിലിനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. കോൺടാക്റ്റ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ കാണുന്ന പല വെറൈറ്റീസിലുള്ള പ്ലാന്റ്സ് നമ്മളുടെയൊക്കെ വീടുകളിലുണ്ട്. പക്ഷേ അത് കെയർ ചെയ്യേണ്ട രീതിയും അറിയാത്തവർക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഹലോ, എൻ്റെ പേര് അഞ്ജു. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ റാന്നിക്കടുത്ത് അത്തിക്കയം എന്ന സ്ഥലത്താണ് എൻ്റെ ഗാർഡൻ. ഞാനൊരു ഹോം ഗാർഡനാണ് നടത്തുന്നത്. എല്ലാ വെറൈറ്റി ചെടികളും നമ്മുടെ ഗാർഡനിലുണ്ട്. ഇവിടെ വന്ന് നേരിട്ടെടുക്കാൻ പറ്റുന്നവർക്ക് നേരിട്ടെടുക്കാം, അല്ലാതെ കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്തിക്കയം എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ല റാന്നിയിൽ നിന്ന് 12 കിലോമീറ്ററും എരുമേലി ഭാഗത്തു നിന്ന് വരുന്നവർക്കും 12 കിലോമീറ്റർ. പത്തനംതിട്ടയിൽ നിന്ന് വരുവാണെങ്കിൽ വടശ്ശേരിക്കര പെരുന്നാട് വഴി വരുവാണെങ്കിൽ 18 കിലോമീറ്ററും ദൂരമാണ്. നേരിട്ട് വന്നെടുക്കുന്നവർക്ക് നമ്മൾ തന്നെ നട്ട് വളമൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചെടി അതുപോലെ തന്നെ കൊണ്ട് വെക്കാൻ. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട, വളമൊക്കെ ഇട്ടാണ് നമ്മൾ ചെടി റെഡിയാക്കി വെക്കുന്നത്. ഇതിനകത്ത് നാടൻ വെറൈറ്റി ചെടികൾ, റോസകളാണ് കൂടുതലും. അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് നാടൻ വെറൈറ്റി റോസയാണ്. ഇതിൻ്റെ തൈകൾ ഇതേ വലിപ്പത്തിലുള്ളത് സെയിലിനുണ്ട്. പിന്നുള്ളത് കാശ്മീർ റോസയാണ്. നിങ്ങൾക്കറിയാമല്ലോ, കാശ്മീർ റോസയുടെ തന്നെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നല്ല മണമുള്ളതും പുഴുക്കേടില്ലാത്തതും ആയ റോസയാണ്. ഓൺ റൂട്ട് പ്ലാന്റുമാണ്. ഓൺ റൂട്ടെന്ന് പറഞ്ഞാൽ കമ്പ് മുറിച്ച് നട്ടത്. ഏത് കാലാവസ്ഥയിലും ഒരുപാട് പൂക്കൾ തരുന്ന ഒരു റോസയാണ്. നല്ല മണമുള്ള റോസയാണ്. അധികം പുഴുക്കേടിൻ്റെ ശല്യങ്ങളില്ലാത്ത നാടൻ റോസ തന്നെയാണ്. കാശ്മീരി എന്ന് പേരുണ്ടെങ്കിലും നമ്മുടെ നാടൻ റോസായുടെ കൂട്ട് തന്നെയാണ്. അതുപോലെ പൂക്കൾ നമുക്ക് തരും. റോസായെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും വീട്ടിൽ ഇതിൽ ഒരു പ്ലാന്റ് കാണും. ഈ പ്ലാന്റിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയണ്ട, എല്ലാവർക്കും അറിയാവുന്ന എനിക്കറിയാം. ഇത് സെയിലിനായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഓറഞ്ച് പീച്ച്, ഇതും ചെടി വളർത്താൻ തുടക്കക്കാർക്കും അധികം കെയർ ചെയ്യാൻ സമയമില്ലാത്തവർക്കും സുഖമായിട്ട് വളർത്താൻ പറ്റിയൊരു റോസയാണ്. ഇതിൻ്റെ ഇതേ വലിപ്പമുള്ള പ്ലാന്റ് സെയിലിനായിട്ടുണ്ട്. ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് കൊറിയർ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ കൊറിയർ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. കൊറിയർ ചെയ്തു തരുന്ന പ്ലാന്റും കാണിക്കുന്നുണ്ട്. ഇത് റെഡ് പിനാച്ചി റോസയാണ്. ഇതെന്നും നമ്മുടെ ഗാർഡനിൽ ഉള്ളൊരു റോസയാണ്. ഇത് ഒരുപാട് പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്ത് കഴിഞ്ഞു. ഇത് എന്തുവാ പറയേണ്ടത്, ഇത് റെഡ് പിനാക്കി എന്ന് പറഞ്ഞാൽ റെഡ് കളറെന്ന് പറഞ്ഞാൽ സൂപ്പർ കളറാണ്. അതായത് നമ്മുടെ വെയിലടിക്കുന്ന അനുസരിച്ച് ഈ റോസയ്ക്ക് നല്ല കളർ വരും. വെയിലത്ത് വേണം ഇത് സെറ്റ് ചെയ്യാൻ. ഈ കാണിക്കുന്ന റോസകളെല്ലാം മഴയത്ത് വെയിലത്തും വെക്കാൻ പറ്റിയ റോസകളാണ്. ഇത് സെയിലിനായിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാടൻ വെള്ള റോസയാണ്. ഇത് ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുള്ളതുമാണ്. പ്ലാന്റ് എപ്പോഴും ആവശ്യക്കാർ ഇതിനുള്ളതുമാണ്. ഇതിൻ്റെ കമ്പും കിളിക്കും. ഇത് നമുക്ക് നിലത്തും വെക്കാം. ഇത് മണമൊന്നുമില്ല, പക്ഷേ കൊലകൊലയായിട്ടുള്ള നല്ല പ്ലാന്റാണ്. ഇതേ സൈസുള്ള പ്ലാന്റാണ് സെയിലിനായിട്ട് നമ്മൾ റെഡിയാക്കിയേക്കുന്നത്. ഈ പ്ലാന്റും സെയിലിനായിട്ടുണ്ട്. ഒരു പൂവായിട്ടല്ല ഇത് വിരിയുന്നത്, ഒരു കൊലയായിട്ടുള്ള പൂക്കളാണ് ഇതിൽ ഉണ്ടാകുന്നത്. നിലത്തൊക്കെ വെച്ചാൽ പൂവിൻ്റെ വലിപ്പം ഒരുപാട് വലിയ പൂക്കൾ നമുക്കുണ്ടാകും. പിന്നെ ഓർക്കിഡ് റോസ. ഈ ഓർക്കിഡ് റോസയുടെ പ്ലാന്റ് ഇതേ വലിപ്പമുള്ളതാണ് സെയിൽ ചെയ്യുന്നത്. പൂക്കളൊക്കെ ഉള്ള പ്ലാന്റാണ്. ഇപ്പം മുട്ടുകളും ഒക്കെ ഉള്ള പ്ലാന്റ്, നല്ല പ്ലാന്റുകൾ സ്റ്റോക്കുണ്ട്. ഇതും സെയിലിനായിട്ടുണ്ട്. വീട്ടിൽ വരുന്നവർക്ക് പോട്ടിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ കൊണ്ട് വെച്ചാൽ മതി. നമ്മുടെ മണ്ണും മണലും ഒക്കെ ഇട്ടാണ് ഈ പ്ലാന്റ് പോട്ട് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ വളം കൂടെ ഇടുന്നത്. വളം കൂടി ഇട്ടാണ് നമ്മളിത് നട്ട്
വെക്കുന്നത്. ഇവിടെ വന്ന് എടുക്കുന്നവർക്ക് ഇതുപോലെ കൊണ്ടുവച്ചാൽ മതി ഓർക്കിഡ് റോസയൊക്കെ. ഓർക്കിഡ് റോസയുടെ പ്രത്യേകത അറിയാമല്ലോ, മുള്ളില്ലാത്ത റോസയാണ്. കൊലകൊലയായിട്ട് ഒരുപാട് പൂക്കൾ തരുന്ന റോസയാണ്. ഇതും നിലത്ത് വെക്കാൻ പറ്റുന്ന റോസയാണ്. നിലത്ത് വെച്ച് നല്ല ഫ്ലവർ ഉണ്ടാകുന്ന ഫോട്ടോയും വീഡിയോയൊക്കെ എനിക്ക് ഓരോരുത്തർ ഇട്ട് തന്നിട്ടുണ്ട്. നിലത്ത് വെച്ചാൽ നല്ലതായിട്ട് പിടിക്കുന്ന റോസയാണ്. ഇനി ഈ വീഡിയോ കാണിക്കുന്ന റോസകളെല്ലാം നമ്മൾ സെയിൽ ചെയ്യാനായിട്ട് ഉള്ള റോസകളാണ്. ഇത് തനി നാടൻ റോസയാണ്. ഇത് ഒരുപാട് പൂക്കളുണ്ടാകുന്ന, ഒരുപാട് പേര് അന്വേഷിക്കുന്ന റോസയാണ്. ഇത് കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഇപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളൂ. ഇതിന് പിന്നെ നാടൻ റോസ തന്നെയാണ്, ഓൺ റൂട്ട് പ്ലാന്റാണ്, കമ്പ് കുത്തി പിടിപ്പിച്ച റോസയാണ് സെയിലിനായിട്ടുള്ളത്. ഇതിപ്പം തീർന്നു പോയാലും പ്ലാന്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ പ്ലാന്റിൻ്റെ തൈകൾ നമ്മുടെ കയ്യിൽ അവൈലബിളാണ്. നല്ല ഹെൽത്തി പ്ലാന്റുകളുണ്ട്. ഡബിൾ കളർ വരുന്ന ഈ റോസ സെയിലിനായിട്ട് ഇതേ വലിപ്പത്തിലുള്ള റോസ തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഈ പ്ലാന്റും സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട്. ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്താൽ മതി, ഞാൻ കൊറിയർ ചെയ്തു തരാം. ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നമ്മൾ കൊറിയർ ചെയ്യുന്ന വിധം, കൊറിയർ ചെയ്യുന്ന പ്ലാന്റിൻ്റെ സൈസും. വീഡിയോ കാണിക്കുന്ന അതേ പ്ലാന്റ് തന്നെയാണ് കൊറിയർ ചെയ്യുന്നത്. ഇത് നമ്മുടെ നാടൻ പനിനീർ റോസയാണ്. നല്ല മണമുള്ള തനി നാടൻ പനിനീർ റോസ. ഇതിന് ഒരുപാട് ആവശ്യക്കാരുണ്ട്. ഈ പ്ലാന്റ് ആവശ്യത്തിനിപ്പം സ്റ്റോക്കുണ്ട്. ഇവിടെ വന്നെടുക്കുന്നവർക്ക് വലിയ പോട്ടിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഓൺ റൂട്ട് പ്ലാന്റായിട്ട്. ഇതിൻ്റെ പ്ലാന്റുകൾ അവൈലബിളാണ്. പിന്നെ വീഡിയോ കാണിക്കുന്ന ഈ റോസകളെല്ലാം സെയിലിനായിട്ട് തന്നെ ഉള്ളതാണ്. നമ്മൾ റോസ നടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പോട്ടിനകത്തെ വെള്ളം വാർന്നു പോകുന്ന പോട്ടായിരിക്കണം. പേപ്പർ റോസ അഥവാ കാശ്മീർ റോസായുടെ വൈറ്റ്, സ്നോ വൈറ്റ് എന്നൊക്കെ പറയുന്ന ഈ റോസായുടെ തൈകളും സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഓൺ റൂട്ട് പ്ലാന്റ് തന്നെയാണ് സെയിലിനായിട്ടുള്ളത്. ഇത്രയും ഇതേ വലിപ്പമുള്ള പ്ലാന്റാണ് സെയിൽ ചെയ്യുന്നത്. കമ്പ് കുത്തി പിടിപ്പിച്ച പ്ലാന്റ്. ഇത് നിലത്ത് വെക്കാനും നല്ലൊരു പ്ലാന്റാണ്. ഒരുപാട് പൂക്കളുണ്ടാകുന്ന പ്ലാന്റാണ്. കാശ്മീർ റോസായുടെ വൈറ്റ് എന്നും ചില ആൾക്കാർ ഇതിന് പറയും. ഇത് കാശ്മീർ റോസായുടെ അതേപോലെ തന്നെ പൂക്കളുണ്ടാകുന്ന ഒരു റോസയാണ്. പിന്നെ നമ്മൾ ബഡ് റോസ വേണ്ട എന്നും പറഞ്ഞ് കുറേ ആൾക്കാരിങ്ങനെ പറയുമ്പോൾ, ബഡ് റോസായും നമ്മൾ നല്ലതായിട്ട് കെയർ ചെയ്ത് പോയാൽ നല്ല പൂക്കളും ഇതേ വലിപ്പത്തിലുള്ള പൂക്കളും ഒക്കെ പിന്നെയും ഉണ്ടാകും. 15 ദിവസം കൂടുമ്പോൾ വളമിട്ട് കൊടുക്കുക, കൃത്യമായിട്ട് കട്ട് ചെയ്ത് കളയുക. അങ്ങനെയൊക്കെ ചെയ്താൽ റോസ നല്ലതായിട്ട് പൂക്കും. ഈ നാടൻ മഞ്ഞയാണിത്. ഈ മഞ്ഞ സെയിലിനായിട്ട് ഉണ്ട്. പിന്നെ ഇത് ഡബിൾ കളർ വരുന്ന ഒരു റോസയാണ്. നല്ല ഭംഗിയുള്ള റോസ, കാവി കളറും ഓറഞ്ച് കളറും കൂടെ മിക്സ് ചെയ്ത്. ഇതെല്ലാം സെയിലിനായിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ്. റോസായിട്ട് ശ്രദ്ധിക്കേണ്ടത്, പൂക്കൾ ഉണങ്ങാതെ നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കണം. പൂക്കൾ ഉണങ്ങി ഈ റോസായി നിർത്താൻ സമ്മതിക്കരുത്. ചെടികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും റോസായോട് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് ആരാധകരുള്ളൊരു ചെടിയാണ് റോസ. എത്ര സൈസ് റോസയുണ്ടെന്ന് ചോദിച്ചാൽ ആർക്കും പറയാൻ പറ്റത്തില്ല. അതുപോലെ ഒരുപാട് സൈസ് റോസകളുണ്ട്. എത്ര നമ്മൾ എല്ലാ വെറൈറ്റി റോസകളും ശേഖരിച്ചാലും പിന്നെയും കാണും കുറേ വെറൈറ്റികൾ നമ്മുടെ കയ്യിൽ കിട്ടാനുള്ളത്. അതുകൊണ്ട് റോസായ്ക്ക് എണ്ണിയാൽ തീരത്തില്ല. ആകാശത്തിലെ നക്ഷത്രം പോലെ തന്നെയാണ്. അതുപോലെ ഇപ്പം ഞാൻ ഈ റോസ സെയിൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്, ഒരിക്കലും റോസായുടെ എണ്ണം ഇത്ര എണ്ണം ഉണ്ട്, അല്ല എത്ര സൈസ് റോസയുണ്ടെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതുപോലെ വെറൈറ്റികളുണ്ട് ഈ റോസയ്ക്കകത്ത്. ഒരുപാട് വെറൈറ്റി സുന്ദരികളാണ് നമ്മുടെ ഗാർഡനിലുണ്ട്. മിക്കവാറും എല്ലാ വെറൈറ്റിയും ഉണ്ടെന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇത് തീക്കട്ട കളറ് റോസയാണ്. ഇത് ഡബിൾ കളറാണ്. പിന്നെ കളറ് മാറി നല്ല റെഡ് കളർ വരും. പ്ലാന്റ് ഇതേ വലിപ്പത്തിലുള്ള പ്ലാന്റാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. നമ്മൾ പിന്നെ ബഡ് ചെയ്യുന്ന റോസയും ഞാൻ പറഞ്ഞല്ലോ, നല്ലതായിട്ട് കെയർ ചെയ്താൽ നല്ലതായിട്ട് പിടിച്ച് കിട്ടും. റോസ നടാൻ നമ്മൾ ചകിരിച്ചോറ് ഒട്ടും ഉപയോഗിക്കേണ്ട. ചകിരിച്ചോറിന് പകരം നമ്മൾ ചെയ്യുന്നത് ഇത് അറക്കപ്പൊടി എന്ന് പറയും. നമ്മുടെ തടിയുടെയൊക്കെ അറക്കപ്പൊടി മില്ലിൽ നിന്നും നമ്മൾ തടിപ്പണി ചെയ്യുന്നിടത്തുനിന്നും ഒക്കെ കിട്ടുന്നതാണ്. ഇത്
ഇത് നേരിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇതുപോലെ വലിപ്പത്തിലുള്ളതാണ് ഏറ്റവും നല്ലത്. പൊടിയാണേലും കുഴപ്പമില്ല. പക്ഷേ അത് നമ്മൾ ചാക്കിനകത്ത് കെട്ടി 1 വർഷമെങ്കിലും പഴക്കമുള്ളതാണിത്. നമ്മൾ ചാക്കിനകത്തിട്ട് മഴയത്തും ഒക്കെ ഇട്ടേക്കുമായിരുന്നു. അങ്ങനെ കറ പോയി ഉള്ള അറക്കപ്പൊടിയാണ്. അത് നിങ്ങൾ നേരിട്ടിടരുത്. നമ്മൾ വെള്ളത്തിലോ വല്ലതും ഇട്ടിട്ട് ഒരു 3-4 പ്രാവശ്യം വെള്ളം മാറി മാറി അതിൻ്റെ കറ കളഞ്ഞിട്ടേ ഉപയോഗിക്കാവൂ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഓടും കഷ്ണമാണ്. അത് വെള്ളം വാർന്നു പോകാനായിട്ട് പോട്ടിൻ്റെ അടിയിൽ ഇടുന്നത്. പിന്നെ നല്ല മണൽ, കരിയില നല്ലതായിട്ട് പൊടിച്ചത്. ഇത്രയുമാണ് നമ്മൾ പോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ സാദാ മണൽ പശയില്ലാത്തതായിരിക്കണം. ആട്ടുംകാഷ്ടമാണ്. ചാണകപ്പൊടി വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് കിട്ടിയില്ല. അതിനാണ് ഞാൻ ആട്ടുംകാഷ്ടം ഇടുന്നത്. ചാണകപ്പൊടി നല്ലതുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. ആട്ടുംകാഷ്ടം നമ്മൾ ഒന്ന് പൊടിച്ചിട്ട് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ ചെയ്താൽ പെട്ടെന്ന് ഫലം ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് എല്ലുപൊടിയും നമ്മുടെ ചാണകപ്പൊടി, എല്ലുപൊടി, കുറച്ച് വേപ്പും പിണ്ണാക്ക് ഇതൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് നമ്മളിത് പോട്ട് മാറ്റാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ അയച്ചു തരുന്ന റോസയ്ക്ക് ഈ പറഞ്ഞ ചാണകപ്പൊടി മാത്രം ഇട്ടാൽ മതി. അല്ലാതെ വേറെ ഒന്നും ഇടണ്ട. അറക്കപ്പൊടിയും നമ്മുടെ കരിയിലയൊക്കെ ഇടാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ പിടിപ്പിക്കാനായിട്ട് ചാണകപ്പൊടിയും മണലും കരിയിലപ്പൊടിയും പിന്നെ ഈ അറക്കപ്പൊടിയും ഒക്കെ ഇട്ട് നട്ടാൽ മതി. വളം പിന്നിട്ട് കൊടുത്താൽ മതി. ചെടി പിടിച്ച് കിട്ടിയിട്ട് എല്ലുപൊടിയൊക്കെ ഇട്ടാൽ മതി. ഇതൊരു ചട്ടിയിലെ റോസ വേറൊരു വലിയ ചട്ടിയിലോട്ട് മാറ്റുന്നതാണ് ഞാൻ കാണിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി എല്ലുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വേപ്പും പിണ്ണാക്ക്, കുറച്ച് കടലപ്പിണ്ണാക്ക് പൊടിച്ചത്, ഇതെല്ലാം ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെടി കട്ട് ചെയ്ത് കളയുമ്പോൾ റെഡ് പിനാക്കയോ അങ്ങനെ കട്ട് ചെയ്ത് കളയണ്ട. ഒരുപാട് കോല് പോലെ അങ്ങ് പോവുകയാണെങ്കിൽ മാത്രം കട്ട് ചെയ്താൽ മതി. റെഡ് പിനാക്കോയുടെ പൂക്കൾ മാത്രം കട്ട് ചെയ്താൽ മതി. ബാക്കിയുള്ള ചെടികൾ നല്ലതായിട്ട് കട്ട് ചെയ്തിട്ട് ചട്ടി മാറ്റി വളം ഇട്ട് വെക്കുവാണെങ്കിൽ ഇതേ വലിപ്പത്തിൽ തന്നെ നമുക്ക് പൂക്കൾ കിട്ടും. ചെടി നല്ലവണ്ണം ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ വീട്ടിലും ചെടി എന്നും നല്ലതായിട്ട് പൂക്കും. നമ്മൾ സമയം കിട്ടുന്ന ഒക്കെ റോസയുടെ മറ്റ് ചെടികളുടെ അടുത്ത് പോയി നമ്മളൊന്ന് സംസാരിക്കുകയോ അതിനെ തൊടുകയൊക്കെ ചെയ്താൽ ആ പ്ലാന്റിന് വ്യത്യാസം നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റും. ചെടികൾക്കും ജീവനൊക്കെ ഉള്ളതാണ്. നമ്മൾ പോയി ഒന്ന് തൊടുകയും ഒക്കെ ചെയ്താലും സംസാരിക്കുകയൊക്കെ ചെയ്താൽ നല്ലതാണ്. പിന്നെ നമ്മൾ പ്ലാന്റ് കൊറിയർ ചെയ്യാനെടുക്കുന്ന പ്ലാന്റുകളാണ്. ചിലവർ കമൻ്റ് ഇട്ടായിരുന്നു, വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ് അല്ല തരുന്നതെന്ന്. അങ്ങനെ ഞങ്ങൾ ചെയ്യാറില്ല. പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ചാണ് റേറ്റ് അനുസരിച്ചുള്ള പ്ലാന്റുകൾ തന്നെ നമ്മൾ സെയിൽ ചെയ്തു തരും. ഈ പ്ലാന്റ് ആണെങ്കിൽ നമ്മളിപ്പോൾ ഈ കൊറിയർ ചെയ്യുന്ന പ്ലാന്റ് ആണെങ്കിൽ ഇത് കർണാടകയിൽ അയച്ചു കൊടുത്ത പ്ലാന്റാണ്. ആ പ്ലാന്റ് അവിടെ കിട്ടിയിട്ട് അവരെനിക്ക് വീഡിയോ ഇട്ട് തന്നു. പ്ലാന്റിന് ഒരു കുഴപ്പമില്ല, നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ആ പ്ലാന്റ് കിട്ടി. ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ അയക്കുന്ന പൈസയുടെ അനുസരിച്ചുള്ള പ്ലാന്റാണ് നമ്മൾ കൊറിയർ ചെയ്യുന്നത്. ഇതേപോലെ തന്നെയുള്ള ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് കൊറിയർ ചെയ്തു തരുന്നത്. പ്ലാന്റ് കൈ കിട്ടുമ്പോൾ പ്ലാന്റിൻ്റെ എന്തെങ്കിലും ഡാമേജോ പൂവോ പൊട്ടോ ഒക്കെ ഒടിഞ്ഞല്ല ഉദ്ദേശിക്കുന്നത്. പ്ലാന്റ് മൊത്തമായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ഫോട്ടോ എടുത്തിട്ടാൽ മതി. ഞങ്ങൾ വേറെ പ്ലാന്റ് അതിന് പകരം അയച്ചു തരും. അന്നേരം തന്നെ ഫോട്ടോ ഇട്ട് തരണം. പ്ലാന്റ് പറ്റുന്നവരാണെങ്കിൽ പ്ലാന്റ് നമ്മുടെ പാഴ്സൽ അയക്കുന്ന സമയത്ത് തന്നെ വീഡിയോ എടുത്തിടുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പം ഞങ്ങൾ റീഫണ്ട് ചെയ്ത് തരും. പ്ലാന്റിന് എന്തെങ്കിലും കുഴപ്പം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ റീഫണ്ട് ചെയ്ത് തരുന്നതാണ്. റീഫണ്ട് ചെയ്ത് തരുമോ അല്ലെങ്കിൽ പ്ലാന്റ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് പകരം പ്ലാന്റ് വെച്ച് തരുമോ അങ്ങനെ ചെയ്യും. 10 പ്ലാന്റ് അയച്ചു തന്നിട്ട് ആ 10 പ്ലാന്റും പോയെന്നും പറഞ്ഞ് മെസ്സേജ് ഇടുന്നവരുണ്ട്. അപ്പോൾ ഒരു കാര്യമുണ്ട്, പ്ലാന്റ് കൈ കിട്ടുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ ചെയ്യുക. ചകിരിച്ചോറിട്ട് നമ്മൾ പോട്ട് ചെയ്യാതിരിക്കുക, ഒരുപാട് വളം ഇട്ട് കൊടുക്കാതിരിക്കുക. പിന്നെ പ്ലാന്റ് നട്ടിട്ട് വാർപ്പിൻ്റെ ഒന്നും കീഴിലോ മരത്തിൻ്റെ ചുവട്ടിലോ ഒന്നും കൊണ്ടുവെക്കരുത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മൾ നേരത്തെ ചെയ്തത് ഒരു ഗാർഡൻ ടൂർ വീഡിയോ ആണ്. ഇതിന് തൊട്ട് മുന്നിലത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാർഡൻ ടൂറാണ്. US താമസിക്കുന്ന ലിസ ബാബു മാമിൻ്റെ അതിമനോഹരമായിട്ടുള്ളൊരു ഗാർഡനാണ്. അപ്പം എല്ലാവരും ആ വീഡിയോയും കാണാൻ ശ്രമിക്കുക. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.